ഹലോ അസ്സലാമലൈക്കും. ഇന്നും നമ്മൾ റൈസ് കുക്കർ വെച്ചിട്ട് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരുപാട് ഉപകാരമുണ്ട് നമുക്ക് ഇതുകൊണ്ട് എന്നുള്ളത്. അതേപോലെ ആ ഉപകാരങ്ങളും നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ചോറ് വെക്കാനുള്ള അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. കഴുകി വൃത്തിയാക്കി അരിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോറ് നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഈ അരി ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾക്ക് കോഴിമുട്ടയും പുഴുങ്ങിയെടുക്കാം കേട്ടോ. അതേപോലെ കോഴിമുട്ട മാത്രമല്ല ഒരുപാട് നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ തിളച്ച വെള്ളം നമ്മളെ ചോറിൽ നിന്നും കുറച്ച് മുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കോഴിമുട്ട വെച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കോഴിമുട്ട വെക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളിപ്പോകും, നമുക്ക് പൊട്ടാണ്ട് വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ ഇതുപോലെ ഇത് മുങ്ങിക്കിടക്കാൻ തരത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ചോറിന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൽ വേറെ ഒന്നും വെള്ളം തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട. നമുക്ക് എളുപ്പത്തിൽ ഇത് പുഴുങ്ങിയെടുക്കാം. അതേപോലെ നമ്മൾ അരി തിളച്ചതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ മേലെ ഇതുപോലെ ഇറങ്ങിക്കിടക്കണ പാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് നേരെ അടച്ച് വെക്കാനും പറ്റണം. അപ്പോൾ ഇനി നമ്മളിത് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അരി തിളച്ചിട്ടുണ്ടല്ലോ, ഇനി നമ്മളിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കോഴിമുട്ട കുട്ടികൾക്ക് കൊടുത്തയക്കാനും മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനും ഒക്കെ ഇതുപോലെ പുഴുങ്ങിയെടുക്കാം കേട്ടോ. നമ്മളെന്തായാലും രാവിലെ ചോറ് വെക്കുമ്പോൾ ഇതുപോലെ പുഴുങ്ങിയെടുക്കുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മുട്ട മാത്രം പുറത്തേക്ക് എടുക്കുക. എൻ്റെ ചോറ് വേവണമെങ്കിൽ എനിക്ക് 1.5 മണിക്കൂറൊക്കെ പിടിക്കും കേട്ടോ, കാരണം നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ ഞാൻ 1.5 മണിക്കൂർ ചോറ് വേവണതിനനുസരിച്ചിട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോഴും നമുക്ക് ഒരു അരമണിക്കൂറായാലും നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ചോറും മുട്ടയും വേവിച്ചെടുത്തിട്ടുണ്ട്. പണ്ടുള്ള ആളുകൾ ചോറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുക. പക്ഷേ ഇപ്പോൾ ഒന്നും മുട്ട അങ്ങനെ ഇട്ട് വേവിച്ചെടുക്കാൻ പറ്റൂല. മുട്ട പൊട്ടിപ്പോയിട്ട് ചോറൊക്കെ നാശമാവും. അപ്പോൾ കണ്ടോ, നല്ല വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചോറ്. നല്ല വേവുള്ള അരിയാണ്. ഇതുപോലെയാണ് ഞാൻ ചോറ് വെക്കാറ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുടുക്ക വാർത്തെടുക്കൂലേ, നമ്മൾ ചെരിച്ച് വെച്ചിട്ട് അതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കാറ്. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്യുമ്പോൾ നമ്മളതിൽ കന്നിപ്പശയൊക്കെ പോകും, നല്ല വെറുവെറേനുള്ള ചോറ് കിട്ടുകയും ചെയ്യും കേട്ടോ. അതേപോലെ അങ്ങനെയാണ് ഞാൻ വാർത്തെടുക്കാറ്. ഇനി ഇത് ഓട്ടപാത്രം വെച്ചിട്ട് ഇതുപോലെ ചെരിച്ച് നമ്മൾ വാർത്തെടുക്കും. അപ്പോൾ നമ്മുടെ മുട്ട നമുക്ക് നല്ല ചൂടുണ്ട്, ചൂടാറാനൊന്നും ഞാൻ നിൽക്കണില്ല. നിങ്ങൾക്ക് ചൂടാറുന്നതിന് മുമ്പ് തന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല ചൂടാണ്. കണ്ടല്ലോ, നമുക്ക് ഈ മുട്ട വേവിക്കാനും ചോറ് വേവിക്കാനും എത്ര ഗ്യാസ് വേണം അത്രയും ഗ്യാസ് നമുക്ക് ലാഭമാണ് കേട്ടോ. ഞാൻ എന്നും റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കാറ്. ഞാൻ അടുപ്പിൽ വെക്കാറേ ഇല്ല. എന്നും ഞാൻ ഇതുപോലെയാണ് വെക്കാറ് കേട്ടോ. അതേപോലെ ഇതുപോലെ ഓരോ ഉപകാരങ്ങളും ഞാൻ പെടുത്താറുണ്ട് കേട്ടോ. കണ്ടോ, മുട്ട നന്നായി വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ 3 മുട്ടയും നമ്മൾ ഇതുപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്സ് കാണാം നമുക്ക്. ചോറ് വെക്കാൻ ഞാൻ അരി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ട്. അപ്പോൾ തലേ ദിവസം ബാക്കി വന്ന ചോറ് ഫ്രിഡ്ജിൽ വെച്ച ചോറാണ്. അപ്പോൾ ഇതിന് ഒരു കേടുമില്ല കേട്ടോ. ഇതേപോലെ റൈസ് കുക്കറിൽ വെച്ച ചോറാണ്. അത് ഞാൻ ഇതിനോടൊപ്പിട്ടിട്ട് ബാക്കിയുള്ള ചോറും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് നമ്മൾ റൈസ് കുക്കറിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചോറ് നമുക്ക് നാശമായി പോകില്ല, നമ്മുടെ ചോറ് വേവേറി പോകും, ഒന്നുമില്ല കേട്ടോ അതിട്ട് കൊടുത്തിട്ട്. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നീന്ത്രപ്പഴമാണ്, അതൊരു 3-4 എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ മുറിച്ച് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ തിളക്കട്ടെ. നമ്മൾ ചോറും അരിയും കൂടി വെച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടില്ല, ചെറുതായി തിള വരുന്നുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഈ പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മൾ നല്ല വേവുള്ള അരിയാണെന്ന് വെച്ചാൽ ഒരു 2 മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1-2 മിനിറ്റ് തിളക്കട്ടെ, അതുവരെ ഇതുകൂടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. എന്നിട്ട് ഇതുകൂടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, നന്നായി തിളച്ചിട്ടുണ്ട്. സൈഡിൽ കൂടെ ഒക്കെ പത വരുന്ന കാണാനില്ലേ. അപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിക്കണം, എത്രണ്ട് വേവണുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് അടച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് തുറന്നെടുക്കുന്നത് കേട്ടോ. എനിക്ക് ചോറ് വേവാൻ അത്രയും വേണം. ചില അരികൾ വേഗത്തിൽ വെന്ത് കിട്ടും കേട്ടോ. എൻ്റെ അരിക്ക് നല്ല വേവുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ പഴം കണ്ടില്ലേ എത്രണ്ട് വെന്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയില്ലേ. അതേപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതൊന്ന് നമുക്കിതൊന്ന് എടുത്തു മാറ്റാം. ഇനി ഞാൻ ഇതിൽ ഈ ചോറിലും കണ്ടോ ഒരു ഇതും വന്നിട്ടില്ല. നമ്മൾ പഴയ ചോറ് ഇതിൽ ഇട്ട് വെച്ചിട്ട് ഒരു വ്യത്യാസമില്ല കേട്ടോ. നമ്മുടെ ചോറിന് ഒന്നും ഒട്ടാണ്ട് തന്നെയാണ് നമ്മുടെ ചോറ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ റൈസ് കുക്കർ കൊണ്ട് നമുക്ക് നല്ല ഉപകാരമാണ് കേട്ടോ. ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ വെച്ച ചോറ് പോലെ ഒന്നല്ല, നമ്മൾ അടുപ്പത്ത് വെച്ച ചോറ് പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. വെള്ളം പൊട്ടിക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി തോനെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓട്ടപാത്രം വെച്ചിട്ട് ഊറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി ചോറ് കിട്ടും കേട്ടോ. പിന്നെ കന്നിപ്പശയുള്ള ചോറും അരിയൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിതാ ഇതുപോലെയാണ് ചെയ്യാറ്. അപ്പോൾ അതാ കണ്ടോ നമ്മുടെ പഴം നന്നായി വെന്തിട്ടുണ്ട്. കണ്ടല്ലോ നമ്മുടെ പഴത്തിൻ്റെ കളർ എങ്ങനെയായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ, നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് പഴം പുഴുങ്ങിയിട്ട് ഇതുപോലെ കൊടുക്കാം. അതേപോലെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊന്നും ഗ്യാസ് കളയേണ്ട ആവശ്യമില്ല. അതേപോലെ ഉരുളക്കിഴങ്ങുമാണ്, നമ്മൾ പഴം വെച്ചുകൊണ്ടാണ് ഉരുളക്കിഴങ്ങിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനത്. പഴം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉരുളക്കിഴങ്ങ് മാത്രം വെക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ അരിയിൽ നിന്നും കുറച്ച് തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തലേ ദിവസത്തെ ബിരിയാണിയാണ് കേട്ടോ. ചെമ്മീൻ ബിരിയാണി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ബാക്കി വന്നത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പ് വിട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിത് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ചട്ടിയിലൊക്കെ ഇട്ട് ചൂടാക്കുമ്പോൾ നമ്മൾ അടി പിടിക്കും, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ റൈസ് കുക്കറിൽ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. ഇത്തിരി വട്ടത്തിലുള്ള പാത്രം തന്നെ ഇറക്കി വെച്ച് കൊടുക്കുക. ഞാൻ ഇഡ്ഡലി ചെമ്പാണ് ഇറക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല അടപ്പുള്ള പാത്രം ഏതായാലും വേണ്ടിയില്ല, ഇത് ഇറങ്ങിയിരിക്കുന്ന തരത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഈ വെള്ളത്തിലേക്ക് ഈ ചോറ് വെച്ച് കൊടുത്തിട്ട് തടച്ച് വെച്ചിട്ട് ഒരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ചോറ് നന്നായി ചൂടാകും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണ് വെച്ചാൽ അരമണിക്കൂറൊന്നും വെക്കണ്ട. ഞാനൊരു 1/4 മണിക്കൂർ വെച്ചപ്പോൾ തന്നെ ചോറൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരമണിക്കൂർ വെച്ചിട്ട് വെച്ചാൽ നന്നായി ചൂടാവും കേട്ടോ. ഇപ്പോഴും നമ്മുടെ ചോറ് നല്ല ചൂടാണ്. അപ്പോൾ കൈ വെച്ചിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. നമുക്ക് ചൂടുണ്ട് കണ്ടല്ലോ, നന്നായി ചൂടായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബിരിയാണിയും വെറുംചോറും ഒക്കെ നമുക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം തിളപ്പിച്ചെടുത്താൽ മാത്രം മതി, അടി പിടിക്കും അങ്ങനെയുള്ള പേടിയൊന്നുമില്ലാണ്ട് നമുക്കിത് ചൂടാക്കിയെടുക്കാം. അതേപോലെ നമുക്ക് നല്ല കട്ട തൈര് ഉണ്ടാക്കിയെടുക്കാം. ചെറു ചൂടുള്ള പാലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ആ പാലിലേക്ക് ഞാൻ 1 ടീസ്പൂണ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരില്ലാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ നെറ്റി ഉണ്ടല്ലോ അതൊരെണ്ണം ഇട്ട് കൊടുത്തിട്ടായാലും മതി കേട്ടോ. ചെറു ചൂട് വേണം കേട്ടോ നമ്മുടെ പാലിന്. വിരലിട്ടാൽ പൊള്ളാൻ പാടില്ല, നല്ല ചൂടും പാടില്ല കേട്ടോ. അതുപോലത്തെ ചൂടുള്ള പാലെടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇത് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം രാത്രിയാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിന് രാവിലെ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ നല്ല കട്ട തൈര് കിട്ടും കേട്ടോ. ഒട്ടും പുളിയില്ലാത്ത തൈര് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി പുളി വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് എടുത്തതിന് ശേഷം കുറച്ച് നേരം ഒരു 2 മണിക്കൂറൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി കിട്ടും കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ പിറ്റേ ദിവസം തുറന്നെടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈര് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പുളിയില്ലാത്ത തൈരൊക്കെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ നല്ല വില കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ റൈസ് കുക്കറിൽ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ പുളിയില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. നമുക്ക് കുട്ടികൾക്ക് അപ്പത്തിൻ്റെ ഒപ്പം എന്തൊക്കെ ഇതിലാണോ നമ്മൾ ഇങ്ങനെ തൈര് കൊടുക്കണം അതിനൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി തൈരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ തലേ ദിവസം അരി കുതിർത്താനിട്ടിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അത് ഞാൻ ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തേങ്ങയും ചോറും ഒന്നും ചേർക്കാണ്ടാണ് നമ്മൾ ഈ വെള്ളപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഇതുപോലെ ഞാൻ റൈസ് കുക്കറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അരി പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഇത് പൊന്താൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ കറണ്ട് ഇല്ല, അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കണേ ക്ലിയർ ഇല്ലെങ്കിൽ. അപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ റൈസ് കുക്കർ തുറന്ന് നോക്കാം. ഇത്
ഇതുപോലെ എന്താണ് നമുക്ക് മാവ് റൈസ് കുക്കറിൽ നന്നായി പൊന്തി കിട്ടും കേട്ടോ. ഇതുപോലെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടല്ലോ. പിന്നെ നമ്മൾ റൈസ് കുക്കറിൽ വെക്കുമ്പോൾ ഒന്നുകൂടി ഉപകാരമുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടുള്ളത് പൊന്തി വന്ന് നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത് താന്നു പോകും. ഇതാവുമ്പോൾ ഒട്ടും താന്നു പോകില്ല. ഇതുപോലെ തന്നെ നമ്മുടെ മാവിരിക്കും ചെയ്യും. ലാസ്റ്റ് വരെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ചാനലിലുണ്ട് എന്ന് കണ്ടു നോക്കണേ. തേങ്ങയും ചോറും അവിലും ഒന്നും ചേർക്കാണ്ട് വെറും പച്ചരി മാത്രം ഉപയോഗിച്ചിട്ടുള്ള അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അധികം ചേരുവകളൊന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പിന്നെ അടുത്തതാണ്, നമ്മൾ തലേ ദിവസം കടല ഒന്ന് കുതിർത്താനും മറന്നിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് നീച്ചയ്ക്ക് തന്നെ നമ്മൾക്ക് ഇതേപോലെ റൈസ് കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ കടല വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരമണിക്കൂർ 1 മണിക്കൂറോളമൊക്കെ വെച്ച് കൊടുക്കുക. നമ്മൾ വേറെയുള്ള അപ്പമൊക്കെ ചുട്ട് എടുക്കുന്നത് വരെ നമുക്കിത് ഒരു മണിക്കൂർ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായി കുതിർന്ന് കിട്ടും കേട്ടോ. പിന്നെ ഒരു 3 വിസിലടിപ്പിച്ചാൽ തന്നെ നമ്മളെ കടല വെന്ത് കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ അരമണിക്കൂർ 1/4 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ നമ്മുടെ കടലൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ. അപ്പോൾ ഇതുപോലെ ഏത് കടല വേണമെങ്കിലും നമുക്ക് കുതിർത്തിയെടുക്കാം കേട്ടോ. എളുപ്പത്തിൽ കുതിർത്തിയെടുക്കാം. നമുക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുതിർത്തി കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇതും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നമ്മൾ റൈസ് കുക്കറിൽ നമുക്ക് അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല എന്താണ് സ്പൈസസൊക്കെ ഇട്ട് കൊടുത്ത് ഓയിലും നെയ്യും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു പിടി വലിയ ഉള്ളി, പിന്നെ തക്കാളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും അതുകൂടി ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ കുടുക്കയിൽ ലേശിച്ച് ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക്. നമ്മൾ കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത്. പാത്രത്തിൽ അളന്ന് തന്നെ എടുക്കാം കേട്ടോ. ഞാൻ ബിരിയാണി ഒക്കെ ഇതിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഞാൻ വേറെ ഒന്നിലും വെക്കാറില്ല. ഇതിൽ തന്നെ ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ നമ്മൾ അരി എടുത്ത പാത്രത്തിന് അതേ പാത്രത്തിന് 2 പാത്രം കറക്റ്റ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അരി കുതിർത്തെടുക്കണമൊന്നുമില്ല. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇപ്പം ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മളിതാ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണം. അതുകൊണ്ട് ചെമ്മീൻ അവിടെ വറുക്കാനും വെച്ചിട്ടുണ്ട്. മല്ലിച്ചപ്പും പുതിനയും തിളച്ച് വരുമ്പോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുക്കണം കേട്ടോ. വെള്ളം കൂടി പോകരുത്. നമ്മൾ വെള്ളമൊക്കെ വാർത്ത് കറക്റ്റിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം വാർത്തെടുത്തിട്ട് ഇതുപോലെ അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കണം കേട്ടോ. അരി ഒന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. കണ്ടല്ലോ, ഇതാ നമ്മുടെ ചെറിയ ചെമ്മീനാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ബിരിയാണിക്ക്. അപ്പോൾ അതാ നമ്മൾ തിളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരി നമ്മളെന്ന് പറയണത് നമ്മളെല്ലാവരും ഒന്നല്ലേന്നുള്ളതിലാണ് കേട്ടോ പറയണത്. ചിലവർ നമ്മളെന്ന് പറഞ്ഞിട്ട് വെറുപ്പ് തോന്നുകയാണ്. പറയും എനിക്ക് അങ്ങനെ പറഞ്ഞ് ശീലമായി. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിക്കണേ. ഇതുപോലെ നമ്മൾ കൊടുക്കുക. ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ചോറ്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. അതിന് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കിയെടുക്കോളം നമ്മളതവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മസാല ഉണ്ടാക്കണമൊന്നും വീഡിയോ ഒന്നും കാണിക്കണില്ല. ഒരുപാട് ലെങ്തായി പോകും. അതുകൊണ്ടാണ് ഇതുപോലെ മസാല ഉണ്ടാക്കുന്നത് വരെ നമ്മൾ ഈ ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാല ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിതാ ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ചോറൊന്ന് ചെറുതായിട്ടൊരു കുഴിയാക്കി കൊടുക്കുന്നുണ്ട്. നന്നായി കുഴിയാക്കി കൊടുക്കാൻ പറ്റില്ല. നിറച്ച് ചോറുണ്ട്. ഞാൻ 1 കിലോ അരി
ഇതിലേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടല്ലോ, ബിരിയാണി വെക്കാനും നമ്മൾ ദമ്മിടുമ്പോൾ നമ്മൾ അടുപ്പിലാണ് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലെയറായിട്ടൊക്കെ ദമ്മിട്ട് അരമണിക്കൂറോളം നമുക്ക് ഗ്യാസ് കത്തിച്ചെടുക്കണം. അതുപോലെ ചോറ് വേവാനും നമുക്ക് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്ത് ബുദ്ധിമുട്ടണം. അതൊന്നും വേണ്ട, നമുക്ക് എളുപ്പത്തിൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദമ്മിടാനുള്ള ഗ്യാസും ഒന്നും വേണ്ട. ഇതുപോലെ നമുക്ക് ദമ്മിട്ടെടുക്കാം. ഇതുപോലെ നമുക്ക് മസാല ഇട്ടിട്ട് അടച്ചു വെക്കാം. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറക്കാം. അതല്ല, നിങ്ങൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് അപ്പോൾ തുറന്നാൽ ഇതിന് ഒരു വേവ് കൂടുതലും ആവില്ല കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ തുറന്നെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ദമ്മിട്ട് നല്ല ബിരിയാണിയുടെ മണം വരുന്നുണ്ട്. അപ്പോൾ ഇതിലിട്ട് ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതുപോലൊരു വലിയ പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഈ റൈസ് കുക്കറോട് തന്നെ നമുക്ക് കാറിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് എപ്പോഴാണോ കഴിക്കേണ്ടത് അപ്പം എടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോഴും നല്ല ഇതുപോലെ ചൂട്ട് കൊടുക്കുന്ന തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ റൈസ് കുക്കറിലൊന്നും ഒട്ടി പിടിക്കൂല. എന്നിട്ട് ഇതുപോലെ കൊട്ടിയെടുത്തിട്ട് നമുക്കിത് നന്നായി മിക്സാക്കി എടുക്കാം. അതേപോലെ നമ്മളിത് കഴിച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ളത് ഈ റൈസ് കുക്കറിൻ്റെ കുടുക്കയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ രാത്രിയിലും ഇതുപോലെ ചൂടോടെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. ഒട്ടും തന്നെ ചൂട് കുറഞ്ഞ് പോകൂല. ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതേപോലെ നമുക്ക് രാത്രിയിലും കഴിക്കാൻ പറ്റും. കണ്ടല്ലോ, നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഏത് തരത്തിലുള്ള ബിരിയാണി വേണമെങ്കിലും നമുക്ക് ഇതുപോലെ റൈസ് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം. ആ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പല ടൈപ്പിൽ ഞാൻ ബിരിയാണി വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ പാലക്കാട് റാവുത്തർ ബിരിയാണിയൊക്കെ നമുക്ക് റൈസ് കുക്കറിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കാം. ഇതുപോലെ നമുക്ക് വേണ്ടത് എടുത്തിട്ട് അതേപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ചൂടോടുക്കിന് തന്നെ നമുക്ക് രാത്രിയിലും കഴിക്കാം. ചൂടാക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മളെ റൈസ് കുക്കർ കേട് വന്ന റൈസ് കുക്കറൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയണ്ട കേട്ടോ. ഇത് ഞാനിങ്ങനെ കാതിങ്ങനെ പിടിച്ച് വലിച്ചിട്ട് ഇതിൽ കാതൊക്കെ പോന്നിട്ട് ഇവിടെ ചെറിയ ഓട്ട വന്നു. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കാനെടുക്കുന്നത് വേറെ നമുക്ക് അടിപൊളി ടിപ്സാണ് കേട്ടോ. നമ്മൾ നട്ട്സുകളൊക്കെ മേടിച്ച് വെക്കൂലേ, അപ്പോൾ ഇതുപോലെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഇതിലിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നട്ട്സുകൾ ഇതിൽ വെക്കാം. അതേപോലെ നമ്മൾ മിഠായിയൊക്കെ വാങ്ങുമ്പോൾ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുമ്പോഴും നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൂടുതൽ കൊണ്ടുവരുമ്പോഴൊക്കെ ഇതുപോലെ ഇത് ഈ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്സാണ്. നല്ല നല്ല ന്യൂ ടിപ്സുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.